ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ ഒരു മന്തി ഉണ്ടാക്കാൻ പോവാണ്. ഒരു 3 days കണ്ടിന്യൂസ് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഹാങ് ഓവറിൽ ഞാനിങ്ങനെ പകൽ മൊത്തം കഴിഞ്ഞിട്ട് രാത്രി കുറച്ച് ഉറങ്ങാനൊക്കെ ട്രൈ ചെയ്തു. ഒരു ഏകദേശം മിഡ് നൈറ്റാണ് ടൈം, 12 മണിയായി. കിടന്നിട്ട് ഉറക്കുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മന്തി ഉണ്ടാക്കിയാലോ. ആക്ച്വലി ഞാനൊരു മന്തി ലവറല്ല. പിന്നെ ലാസ്റ്റ് വീക്കിൽ എൻ്റെ ഹൗസ് മേറ്റ് ഇവിടെ മന്തി ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് നന്നായിരുന്നു. അത് കഴിച്ചപ്പോൾ വേറൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മന്തി ഇഷ്ടമായി. അന്ന് ഞാൻ വിചാരിച്ചായിരുന്നു ഈ ഓഫ് ഡേ കിട്ടുമ്പം ഒരു മന്തി ഉണ്ടാക്കിയാലോ. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഓഫുള്ളപ്പം അതിനുള്ള സാധനമൊക്കെ വാങ്ങി. പക്ഷേ ഈ അർദ്ധരാത്രി ഉണ്ടാക്കുമെന്നൊന്നും ഞാൻ കരുതിയില്ല. എനിവേ ഉറക്കം വരുന്നില്ല. ഞാൻ വിചാരിച്ചു നമുക്ക് മന്തി ഉണ്ടാക്കി. നമുക്ക് മന്തി ഉണ്ടാക്കാം. എന്നെ കണ്ടാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നൊരു കോലമൊക്കെയാണ്. സോ നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. ഞാൻ സാധാരണ കുക്ക് ചെയ്യാൻ വേണ്ടി റെഫർ ചെയ്യാറ് ഷാൻജിയുടെ വീഡിയോസാണ്. സോ ഭയങ്കര സിമ്പിൾ റെസിപ്പീസ് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം കഴിക്കാൻ കൊള്ളാവുന്ന ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റും. സോ ഞാൻ എപ്പോഴും ഷാൻജിയുടെ വീഡിയോസാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഭയങ്കര സൗണ്ട് കൊടുത്ത് സംസാരിക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു മിഡ് നൈറ്റായി. എൻ്റെ ഹൗസ് മേറ്റ്സൊക്കെ ഉറങ്ങുവാണ്. പിന്നെ സെയിം ജെഫിയൊക്കെ നൈറ്റ് ഷിഫ്റ്റ് പോയേക്കോ. ബാക്കി ഞങ്ങൾ 6 പേരുണ്ട് വീട്ടിൽ. സോ ബാക്കിയുള്ളവർക്ക് ഉറങ്ങണം. സോ ഞാൻ ഇത്തിരി സൗണ്ട് കുറച്ചായിരിക്കും നോക്കി. ഞാൻ ചിക്കൻ മന്തിയാണ് കേസ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റാൻജിയോ പറഞ്ഞത് ബസ്മതി റൈസ്, ചിക്കൻ, പിന്നെ വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. എനിവേ ഐ ആം ഗോണ പ്രിപ്പയർ ദ ഇൻഗ്രീഡിയൻസ് നൗ. പിന്നെ ബേസിക്കലി ഞാൻ ഒരു മെസ്സി കൈൻഡ് ഓഫ് പേഴ്സണാണ്. അതുകൊണ്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസ് അധികം കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കിയിട്ടുള്ളൊരു വീഡിയോ കാണിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ബസ്മതി റൈസാണ്. ഷാൻജു ചേട്ടൻ പറഞ്ഞത് സിൽഡയുടെ ബസ്മതി റൈസ് എടുക്കണമെന്ന്. പക്ഷേ ഇവിടെ എനിക്ക് സിൽഡയുടെ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ ബസ്മതി റൈസ് എടുത്തു. ഈ റൈസ് ഒരു 1 hour കുതിർക്കാനിടണമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. പക്ഷേ ഞാൻ ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ടൈം വരെ ഞാനിത് കുതിർക്കാനിടും. എനിക്ക് 1 hour വരെ വെയിറ്റ് ചെയ്യാൻ കഴിയും റൈസ്. നമുക്ക് ബാക്കി ടൈം വേവിക്കാനിടാം. അപ്പോൾ ഞാൻ ഈ റൈസ് കുതിർക്കാനിടാം. എന്നിട്ട് നമുക്ക് ചിക്കനും മസാലയൊക്കെ സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ചിക്കന് വേണ്ടിയുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. സോ ഇതിനകത്ത് നമ്മളിട്ടത് ഒരു കുഞ്ഞു പീസ് ഇഞ്ചി എടുത്തു. എന്നിട്ടത് കട്ട് ചെയ്തിട്ടു. ദെൻ നമ്മൾ ഒരു 3 ഗാർലിക് ചോപ്പ് ചെയ്ത് ഭയങ്കര കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തിട്ടു. ഇനി വേണ്ടത് കുറച്ച് കുരുമുളക് വേണം. അത് ഞാനൊരു കുഞ്ഞി സ്പൂൺ ഇട്ടു. കൈസ് എനിക്ക് ഇതുവരെ ടേബിൾ സ്പൂൺ മറ്റേ ടീസ്പൂണിൻ്റെ വ്യത്യാസം അറിയില്ല. സോ ഞാനൊരു ഏകദേശം ഒരു അളവിൽ ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് ഇട്ടു. ഇനിയും വേണ്ടത് ചെറിയ ജീരകമാണ്. നമുക്ക് ചെറിയ ജീരകം ഉണ്ടാക്കാം. സോ ഒരു 2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് വന്നത്. സോ ഇത് ടീസ്പൂണാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോറി, ടീസ്പൂൺ 1, ദെൻ 2. നമ്മുടെ ജീരകം, കുരുമുളക്, ഇഞ്ചി, ഗാർലിക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് മല്ലിപ്പൊടി 2 ടീസ്പൂൺ റൈസ്. കുഞ്ഞു ജാറിലേക്ക് ഇനിയും മല്ലിപ്പൊടി 2 ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, 2 ടീസ്പൂൺ ആഡ് ചെയ്യും. ഇനിയും കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ. കാശ്മീരി മുളക് പൊടിയാണല്ല ഗൈസ് ഇത്. പക്ഷേ ഇതെൻ്റെ അമ്മ എനിക്ക് വീട്ടിൽ നിന്ന് തന്നിട്ട മുളക് പൊടിയാണ്. ഞാൻ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാറില്ല. നമുക്ക് ഈ മുളക് പൊടി 2 ടീസ്പൂൺ ഇടാം. 1 and 2. ഇനി നമുക്ക് ഇതിനകത്ത് 2 ടീസ്പൂൺ ഉപ്പിടണം. ഞാൻ സാധാരണ ഇങ്ങനെ ഉപ്പ് ടീസ്പൂണൊന്നും അളക്കാറില്ല. ചുമ്മാ ഒരു നമുക്കറിയാമല്ലോ ഉപ്പ് എത്ര വേണമായിരിക്കും. അങ്ങനെ കൊട്ടും. കണ്ടിട്ട് എനിക്കൊരു 2 ടീസ്പൂൺ ഒക്കെ ഇട്ട് തോന്നുന്നു. സോ ഉപ്പിൻ്റെ കാര്യം സെറ്റായി. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് സൺഫ്ലവർ ഓയിൽ ഒരു 2 സ്പൂൺ എന്നാണ് പറഞ്ഞത്. ഗൈസ്, എൻ്റെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഇല്ല. സോ ഞാൻ വെർജിൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ, സെറ്റ്. നമ്മൾ ഇതിനകത്ത് കുറച്ചുകൂടെ വയ്ക്കാൻ ഒരു ലുക്ക് വരുന്നുണ്ട്. സെറ്റ്. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടു. ഇനി നമ്മളിത് ജസ്റ്റ് മിക്സിയിൽ അടിച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചെടുക്കുന്നത് നിങ്ങളെ കാണിക്കുന്ന കാര്യമല്ലോ, ജസ്റ്റ് നിങ്ങളൊന്ന് അടിച്ചെടുക്കുക. നമ്മുടെ മസാലയൊക്കെ കണ്ടോ, നല്ല ഫൈൻ പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇത് നമുക്ക് ചിക്കനിൽ തേച്ച് കൊടുക്കും. അങ്ങനെ ചിക്കനൊക്കെ ശരിയാക്കണം. അപ്പോൾ ഞാൻ പോയി ചിക്കനൊക്കെ സെറ്റാക്കി അതിൽ തേച്ച് പിടിപ്പിച്ച ഒരു ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡിയാണ്. സോ നമുക്ക് ഈ ചിക്കനിലേക്ക് എന്ത് ചെയ്യണം, ഈ പേസ്റ്റ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് ഇത് ഒഴിച്ച് മിക്സ് ചെയ്യാം. പിന്നെ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഒരു 45 മിനിറ്റ്സ് വെക്കണമെന്നാണ് പറയുന്നത്. എന്നാലേ അതിൽ ഇങ്ങനെ പിടിക്കുള്ളൂ. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 45 മിനിറ്റ്സ് വെക്കണം. എന്നാലേ ഇത് ചിക്കനിൽ പിടിക്കുള്ളൂ. വൺ മോർ തിങ്, ചിക്കനിലൊക്കെ നമ്മൾ കൈയിട്ട് ഇളക്കുന്നതിന് മുമ്പ് ഹാൻഡ് വാഷിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. സോ ഐ ആം ഗോണ വാഷ് മൈ ഹാൻഡ്സ്. ഹാൻഡ്സ് ഒക്കെ വാഷ് ചെയ്തു. വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് മസാല എക്സ്ട്രാ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വയ്ക്കാം. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ നമുക്ക് ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യാം. അതൊക്കെ അതിവിദഗ്ധരായിട്ടുള്ള കുക്കുകളുടെ ടെക്നിക്സ് ആണ്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആൾക്കാരൊക്കെ ഫോർക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചിക്കനിൽ കുത്തുന്നത്. എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറച്ചുകൂടെ ഈ മസാല ഇൻഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്സ് ആയിരിക്കാം. നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഈ ചിക്കനിൽ കുത്തണം. ഇങ്ങനെ കുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ, നമ്മുടെ റീൽസിലൊക്കെ. നമുക്ക് ഇങ്ങനെ കുത്തിപ്പിടിക്കാം. ഈ ചിക്കനിലേക്ക് നമ്മുടെ മസാല ഇങ്ങനെ ഇറങ്ങും. ഇനിയും അറൗണ്ട് ഒരു 45 മിനിറ്റ്സ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുകയാണ്. ഇനി പിന്നെ വേണ്ടത് ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അരി ചൂടാക്കാൻ പോകില്ല, അരി വേവിക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അരി വേവിക്കുമ്പോൾ നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടി 2 ബേ ലീഫ് വേണം, ഒരു ബ്ലാക്ക് ലെമൺ വേണം, പിന്നെ ഈ കറുവപ്പട്ട 4 പീസ്, ദെൻ ഏലക്ക 8 എണ്ണം, ഗ്രാമ്പു വേണം, ഗ്രാമ്പു 10 എണ്ണം വേണം, ദെൻ മാഗി ക്യൂബ് വേണം. മാഗി ക്യൂബ് ഈ 2 പീസ്, ഒരു പാക്കറ്റിനകത്ത് 2 എണ്ണം കാണും. അപ്പോൾ അതെല്ലാം നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക്, അരമണിക്കൂറല്ല, വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ കുതിർന്ന അരി എടുത്ത് വെള്ളത്തിലിടും. ഗൈസ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെള്ളത്തിനകത്ത് ഞാൻ നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസിൽ അതൊക്കെ ഇടാൻ ഞാൻ കാണിച്ചത്. ഗൈസ്, ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ 2 മാഗി ക്യൂബ് ഇട്ടു, പിന്നെ ബാക്കി നേരത്തെ പറഞ്ഞ ബേ ലീഫ്, അങ്ങനെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഗൈസ്, ആ ഇൻഗ്രീഡിയൻസ് കൂടാതെ നമ്മൾ 3 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിനകത്തിടണം.
ഗൈസ് ഇവിടുന്ന് പുകയൊക്കെ വരുന്നു, എന്തൊക്കെയോ ഇവിടെ പറ്റുന്നു ഗൈസ്. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കുക്ക് ചെയ്യാൻ പോവാം. അത്യാവശ്യം ഈ വലിപ്പമൊക്കെ ഉള്ളൊരു ഇതിലേക്ക് നമ്മൾ ഇടും. ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ 2 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും. ഒരു സവോളയും പിന്നെ കുറച്ച് ക്യാപ്സിക്കം. അതിൻ്റെ മുകളിൽ ചുമ്മാ ഇട്ട് വെച്ചിട്ട് അത് ഈ പാത്രം മൂടി വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യും. സോ നമ്മൾ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യും. ഞാൻ ആഡ് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ, സോ എനിക്ക് രണ്ടും കൂടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് വെള്ളം ഒഴിക്കണ്ടെന്നാണ് സഞ്ജയ് ചേട്ടൻ പറയുന്നത്. കാരണം ഇതിനകത്ത് ചിക്കനകത്ത് ഓൾറെഡി വെള്ളമുണ്ട്, അപ്പൊ അത് വലിയും എന്നാണ് ചേട്ടൻ പറയുന്നത്. ഓക്കെ, നമ്മളങ്ങനെ തന്നെ കേൾക്കുന്നു. ദെൻ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഈ സവോള ഇനി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. സവോള ഇങ്ങനെ ചിക്കൻ്റെ മണ്ടയിൽ ഗാർണിഷ് ചെയ്യും. ദെൻ നമ്മൾ ക്യാപ്സിക്കം ഞാൻ ഫ്രോസൺ ആണ് കേസ് വാങ്ങിയത്. ചിക്കനിൽ നമ്മൾ കുറച്ച് സവോളയും പിന്നെ ക്യാപ്സിക്കം ആഡ് ചെയ്തു. ഇനി നമ്മൾ ഇത് അടച്ചു വെക്കണം. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമും പിന്നെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലും വെക്കാം. സോ ഞാനിത് അടച്ചു വെക്കാൻ പോവാം. അടച്ചു വെച്ചു. ഇനി നമ്മൾ ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് അരി ആഡ് ചെയ്യും. എന്നിട്ടൊരു 7 to 10 മിനിറ്റ്സ് ഒക്കെ, ഒരു പകുതി വേവാകുമ്പോൾ നമ്മളത് ഊറ്റിയെടുക്കും. എന്നിട്ട് ദമ്മിടും. ഈ വെന്ത ചിക്കനിലോട്ട് ദമ്മിടും. പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്യും. അതൊക്കെ കാണിക്കാം. നമ്മൾ 1 hour കുതിർക്കാനിട്ട് അരിയിനി ഈ തിളച്ച വെള്ളത്തിലോട്ട് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടൊരു 7 to 8 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചിക്കൻ്റെ കൂടെ ആഡ് ചെയ്യും. ഓക്കെ, നമ്മുടെ ചിക്കൻ വെന്തു. അപ്പം നമ്മൾ 80% വെന്ത ചോറ് ഇതിൽ ആഡ് ചെയ്യാം. പകുതി റൈസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് പച്ചമുളക് അതിൻ്റെ മുകളിൽ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി റൈസ് അതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാം. ദെൻ ഫുഡ് കളറിന് പകരം ഞാൻ മഞ്ഞൾപ്പൊടി കലക്കിയാണ് ഒഴിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ മന്തി റെഡിയായി. ഇനി ഇത് മിക്സ് ചെയ്യണം. ഇത് ഇതിനകം കാണുമോ?